കോൺഗ്രസിൽ നിന്ന് നിരന്തരമായി ഉയരുന്ന വിമർശനങ്ങളെയും പാർട്ടി നേതൃത്വത്തിന്റെ അതൃപ്തിയെയും തൃണവൽക്കരിച്ച് ശശി തരൂർ ഒരു പുതിയ രാഷ്ട്രീയ പാതയിലേക്ക് നീങ്ങുകയാണോ? സമീപകാലത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിനോടുള്ള മൃദുലമായ നിലപാടുകളും കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുമ്പോൾ ബി.ജെ.പി. ക്യാമ്പിൽ ആഹ്ലാദത്തിന്റെ അടിയൊഴുക്കുകൾ ദൃശ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കെ.പി.സി.സി. തരൂരിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് മുതിർന്നേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും? അതോ ഇതിനപ്പുറം മറ്റൊരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് അദ്ദേഹം കളമൊരുക്കുകയാണോ? ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ബി.ജെ.പിയിൽ ചേർന്നേക്കില്ലെന്ന സൂചനകൾ ഉണ്ടെങ്കിലും ഉപരാഷ്ട്രപതി പദവി ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനങ്ങൾ തരൂരിന് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തതായി രഹസ്യ വിവരങ്ങളുമുണ്ട്. ഇത് വെറും അഭ്യൂഹങ്ങളാണോ അതോ ഒരു വലിയ രാഷ്ട്രീയ ഒത്തുതീർപ്പിന്റെ ഭാഗമാണോ? കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലും തരൂർ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജ്യ താൽപര്യമാണ് താൻ ഉയർത്തുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിമർശനങ്ങളെ നിഷ്പ്രഭമാക്കുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ വാദത്തെ മുഖവിലക്കെടുക്കാൻ തയ്യാറുമല്ല. സമീപകാലത്തെ സംഭവങ്ങൾ ഇതിന് അടിവരയിടുന്ന കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തിയതു മുതൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് വേണം പറയാൻ. വിദേശത്ത് പോയ ശേഷം മോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസ് ക്യാമ്പിൽ തീർത്തും അസ്വസ്ഥതയുണ്ടാക്കി. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് US ഇടപെടലുണ്ടായെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് അദ്ദേഹം എതിരെ നിന്നു. നരേന്ദ്രമോദി US കീഴടങ്ങിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെയും തരൂർ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധത്തിന് വരെ ഇടയാക്കിയിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ തീ ആളിക്കത്തിച്ചു. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിഭാഗത്തെ തന്നെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്നെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാർട്ടി ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. വർഷങ്ങൾക്ക് മുൻപ് തരൂർ നടത്തിയ ഈ പ്രസ്താവന ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാകുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളെ അദ്ദേഹം വകവെക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മറുവശത്ത് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും തരൂരിന് ശക്തമായ പിന്തുണയും നൽകുന്നുണ്ട്. 2017 ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖറിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ ആ സ്ഥാനത്തേക്ക് തരൂരിനെ പരിഗണിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. അതിനു മുൻപ് മറ്റു ചില ഉന്നത പദവികളും കേന്ദ്രം അദ്ദേഹത്തിന് നൽകിയേക്കും. ഈ നീക്കങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ തന്നെ തുടക്കമാകുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. തരൂർ കോൺഗ്രസ് വിടുകയാണെങ്കിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കുമോ? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുങ്ങും എന്നാണ് അർത്ഥം. ഇത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ദേശീയ താൽപര്യത്തിനായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? ഈ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ദേശസ്നേഹിയാകാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. താൻ ഒരു ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും ചിലർ എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും സർവകക്ഷി സംഘത്തിന്റെ ജോലികളെക്കുറിച്ച് സൂചിപ്പിച്ച് തരൂർ വ്യക്തമാക്കിയിരുന്നു. ഈ വാക്കുകൾ ഒരു വെല്ലുവിളിയാണോ അതോ ഒരു ഒഴിഞ്ഞുമാറലാണോ? വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം തരൂരിനെതിരെ എന്ത് നടപടിയെടുക്കും? ബി.ജെ.പി. ഈ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗിക്കും? തരൂരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതിന് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.
തരൂരിന്റെ ഈ നീക്കങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും?